ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഈ വരമ്പത്ത് കൂടെ നടന്നു പോകുന്നത്. ഇത് അവിടുന്ന് കുറേ ദൂരം 2 ചേട്ടന്മാർ നടന്നു വരുന്നത് കാണട്ടെ. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ തോടും അതുപോലെ തന്നെ എന്താ നെല്ലിക്കുളം പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നേരെ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോസ് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് വൈകുന്നേരം ടൈമിലൊന്നും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പക്ഷേ നമ്മൾ ഇറങ്ങിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് മാരകമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ്. പക്ഷേ ഇവിടെ മഴ പെയ്യുമ്പോൾ ഈ ഒരു പാടത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ പാലക്കാടൻ പാടങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രയും മനോഹരമാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല മഴക്കാറുണ്ട്. ആ ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് നല്ല ചൂടിന് ശേഷം ഒരാഴ്ച നല്ല രീതിയിൽ മഴ പെയ്തിട്ടൊക്കെ നിൽക്കുന്ന ടൈമാണ്. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടേക്കാം, അല്ലെങ്കിലും കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ നിൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു വെള്ളം ചാടേണ്ട സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് നേരായിട്ട് പോയി നോക്കാം. കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നല്ല ചൂടിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ, ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പാലക്കാട്ടുകാരൻ്റെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് നിങ്ങളൊരു ഏത് ജില്ലക്കാരാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. ഇനി എന്തായാലും നമ്മൾ ഇങ്ങനെ പോകണം. ഈ വരമ്പിന് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണ്ട് നമ്മൾ പറഞ്ഞ തോട്. ഇവിടുന്ന് കുറേയാണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ആൾക്കാർ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ചാണ്ട് പോവാണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് കുറേയാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചട്ടിക്കുളം ഉണ്ട്. അതിൽ നല്ല രീതിയിൽ മീനൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകണത് ഈ വരമ്പിന് നേരെ അങ്ങോട്ട് ചെല്ലാം. നമ്മൾ വരുമ്പത്തെ പോലെയല്ല, ഇപ്പം നല്ല രീതിയിൽ ചെറുതായിട്ട് ഇടിയും മുരലും ഉണ്ട്. അതുപോലെ തന്നെ മഴക്കാറൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നാണ് ചെന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടുന്നാണ് നോക്കി ഒരു ഫുള്ളൊരു നമ്മൾ പാടത്ത് പൂക്കൾ വിരിഞ്ഞ പോലെ ഒരു വെള്ള കളറിന് കേട്ടോ. മൊത്തം കൊറ്റിയാണ്. ഇവിടുന്ന് ക്യാമറയിൽ കാണുന്നുണ്ട് എനിക്കറിയില്ല, നേരിട്ട് കാണുമ്പോൾ അങ്ങനെ കേട്ടോ. വേറൊരു സംഭവം പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു കിണറാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ അറിയില്ല, ഇവിടെ ഒന്നും തീരെ കൊണ്ടില്ല. പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് എന്നുമ്പോൾ അവിടെ ഒരു ചെറിയ കിണറാണ്. അവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് അവിടെ എത്തുന്നത്. നമ്മളിത് അവിടെ തോടിൻ്റെ അവിടെ എത്തിയിട്ട് അവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എന്താ അങ്ങനെ നമ്മൾ ആ തോട് വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാട്ടെ. അതായത് എന്താ ചട്ടിക്കുളം. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് അവിടുന്ന് നമുക്ക് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു പൂക്കൾ വിരിഞ്ഞിക്കുന്ന പോലെ ഉണ്ടെന്ന്. അതേപോലെ ഇവിടുന്ന് നോക്കുമ്പോൾ കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിറച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്ക് ഒക്കെ അങ്ങോട്ട് പാറിപ്പോയി. ഇപ്പോൾ അത് അവിടെ 2-3 പേര് മറ്റേ കൊട്ട വെച്ചിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അതായത് മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താ ഒരു ട്രാപ്പ് വെക്കൂല്ലോ നമ്മൾ കൊട്ടയിൽ കൂടെ കയറിയിട്ട് ഒരു ലോക്കാക്കി വെക്കുന്നത്. ഞാൻ കാണിച്ചത് എന്തായാലും ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ വന്നിട്ട് നമ്മൾ ആ തോടിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. അവിടെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് ഇറങ്ങുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇനിതാ നേരെ അങ്ങോട്ട് പോവാട്ടോ. അവിടെ പോണ് ഗൈസ്. നമ്മളിത് ഒരു മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കാര്യം ശ്രദ്ധിച്ച് അവിടുന്ന് നല്ല മഞ്ഞ് കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്കത് മതി. വൈകുന്നേരം കടലിൽ പുറത്തിറങ്ങാൻ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഈ പാടത്ത് വന്നാൽ മതി. 100% സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ അവിടെ നല്ല രീതിയിൽ മഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് മീനെ പിടിക്കണ്ട കേട്ടോ. ഞാൻ കാണിച്ചു തരാം. മീനെ പിടിക്കുമോ? അവരിവിടെ വലട്ട് കിട്ടുന്നത് അവിടെ ആ പുല്ലിൻ്റെ ഇടയിൽ മീൻ്റെ ആയിട്ട് അവിടെ നിൽക്കാൻ പോകും.
വല ഇട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഈ ഒരു വരമ്പിൻ്റെ ഇവിടുന്ന് നേരെ അങ്ങോട്ടൊരു മീൻ ചാടുന്നത് കണ്ട്. അപ്പോൾ ആ ചേട്ടൻ അത് കണ്ടതിന് ശേഷം ആ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ ആ ഒരു കൊട്ടിയെടുത്ത് പോയതാട്ടോ. ഉണ്ടോ? അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ ആ കൊട്ടി എടുത്തിട്ട് പോയതാണ്. എന്താ അവിടുന്ന് കിട്ടിയില്ല കാണാനില്ല എന്നൊക്കെ പറഞ്ഞത് എന്താ അറിയില്ല. ഇത് ഇവിടെ മാത്രമല്ല, ഇത് അവിടെ ഇതാ വേറെ വല വലിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ആ ചേട്ടനക്ക് ആ മീൻ കിട്ടില്ല കേട്ടോ. അത് അവിടെയാണ്, അതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇത് അവിടെ ഇതാ വേറെ വലട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ചെന്ന് അവിടെ കുറച്ച് ദൂരം അവിടെ ഒരു കുളമുണ്ട്, അവിടെ വേറെ വലയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് നമുക്ക് കാണാമല്ലോ, ഇങ്ങനെ ആ സൈഡിൽ വലയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോന്ന് പൊക്കിയാണ്ട് കൊണ്ടുപോട്ടോ. നമുക്ക് നോക്കി നോക്കാം, അവർ പൊക്കുന്ന ടൈം നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നൈറ്റ് ആയിട്ടാണെങ്കിൽ എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുന്ന് ഇനി അങ്ങോട്ട് വരമ്പില്ല കേട്ടോ. അതായത് ഇവിടെ നിന്നിട്ട് വരമ്പ് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഒക്കെ ഫുള്ള് നല്ല വെള്ളമാണ്. ഇവിടുന്ന് കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുളമാണ് കേട്ടോ. അവിടെ തീർന്ന് അതുപോലെ തന്നെ എന്താ ഇവിടുന്ന് ഇതാ വെള്ളക്കാണ്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുകൾക്കൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയാൽ നമ്മൾ ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് മഞ്ഞിറങ്ങുന്നതൊക്കെ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. എന്നാലും വലിയ ഇതിൽ മനസ്സിലായി. പക്ഷേ ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് അതാ പക്ഷേ ഇത് നേരത്തെ ഇവിടെ മീൻ പിടിച്ചവർക്ക് കിട്ടിയ മീനുണ്ട്. അവിടെ കാണിച്ചു കൊടുത്തോ കാശിലോ നല്ല കിട്ടൂലേ? പിന്നെ ഇതെന്താ ബൈ. ഓക്കെ, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ക്യാമറൊക്കെ ഒന്ന് ബ്ലറൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒന്നൊരു അറ്റ്മോസ്ഫിയർ പോയി, നല്ല മഴ ഇതൊക്കെ പോയി. അത് വെറുതെ ഇറങ്ങിയതാ. അപ്പം അങ്ങനെ എടുത്ത് ബൈ.